ഞാൻ ഏറ്റവും ലാസ്റ്റ് വായിച്ച പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ ഒത്തിരി അതിനെക്കുറിച്ച് അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടതായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അങ്ങനെ പലയിടത്തും കണ്ടിട്ടാണ് ഞാനത് ഞങ്ങളുടെ ഓഫീസിലെ ഒരുത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചത്. അവൻ വായിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ മേടിച്ച് വായിച്ചതാണ്. പക്ഷേ കുറച്ച് ഓവർ റേറ്റഡ് അല്ലേ എന്നൊരു സംശയം. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ വായനാശീലം ഇല്ലാത്തവർക്കും ആദ്യമായിട്ട് വായിക്കുന്നവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥ പോലത്തെ ഒരു പുസ്തകമാണത്. അത് രസമാണ്. നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് പിക്ചറൈസ് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ചിപ്പം ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വളരെ ലൈറ്റായിട്ടുള്ളൊരു പുസ്തകം, വളരെ പിക്ചറൈസ് ചെയ്യാം. ഒരു സിനിമാറ്റിക് റീഡിങ് അനുഭവമാണ്. പിന്നെ ഒത്തിരി വായിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ നോർമൽ ഒരു സ്റ്റോറി, ഒരു ഫിലിം സ്റ്റോറി പോലെയാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അത്ര നമ്മളൊരു വലിയൊരു ചിന്തകളിലേക്കോ നമ്മളിപ്പോൾ നോർമൽ ബുക്കുകൾ വായിക്കുമ്പോഴുള്ള വലിയൊരു ചിന്താതലത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനേഷൻ ഒത്തിരി ഉപയോഗിക്കേണ്ട രീതിയിലേക്കോ അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയൊരു സസ്പെൻസൊക്കെ വെച്ച് കുറച്ച് പ്രണയവും കുറച്ച് ഇടിയും കുറച്ച് കണ്ണീരും ഒക്കെ ചേർത്തൊരു ഡ്രാമ കൈൻഡ് ഓഫ് ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് എന്തായാലും വായനാശീലം തുടങ്ങുന്നതിന്, കുട്ടികൾക്കല്ല ടീനേജേഴ്സിന് പറ്റിയൊരു പുസ്തകമാണ്. ഐ റെക്കമെൻഡ് ഇറ്റ് ഫോർ ദി ഏറ്റവും പുതിയ കുട്ടികൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു.